ഒരു കോളേജ് ഗ്രൗണ്ട്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തടിച്ചുകൂടി നിൽക്കുന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കരച്ചിലുയരുന്നു. ആ പെൺകുട്ടിയുടെ കൈകൾ ശ്രീഹരി എന്ന വിദ്യാർത്ഥി ബലമായി പിടിച്ചുവച്ചിരിക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കെ അവളെ അപമാനിക്കാൻ അവൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ആ നിമിഷം ക്യാമ്പസ് ചരിത്രത്തിൽ ഇന്നുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സത്യം അവിടെ വെളിപ്പെടാൻ പോവുകയാണ്. ആ പെൺകുട്ടി ദിവ്യ. എല്ലാവരും അവളെ വിളിച്ചിരുന്നത് തല്ലിപ്പൊളി എന്നായിരുന്നു. എന്നാൽ ആ തണ്ടേടിയായ പെണ്ണിനു പിന്നിൽ മറ്റാർക്കും അറിയാത്ത ഒരു നോവുന്ന രഹസ്യമുണ്ടായിരുന്നു. ആ രഹസ്യത്തിന്റെ മറുവശത്ത് നിൽക്കുന്നത് ആ കോളേജിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം. സുഭാഷ് സാർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഗസ്റ്റ് ലെക്ചറർ. കട്ടിമീശയും കുറ്റിത്താടിയും, എപ്പോഴും മുഖത്ത് വിരിഞ്ഞു നിൽക്കുന്ന കലിപ്പും. പെൺകുട്ടികളുടെ ആരാധനാപാത്രമാണെങ്കിലും ആരും അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ധൈര്യപ്പെട്ടില്ല. അന്ന് ക്ലാസ് മുറിയിൽ വെച്ചാണ് ആ യുദ്ധം തുടങ്ങിയത്. പഠിച്ചു വരാത്തതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ അവളെ അപമാനിച്ചു. ഗെറ്റ് ഔട്ട് അടിച്ചു പുറത്താക്കി. ദിവ്യയ്ക്ക് അത് പുതിയ കാര്യമായിരുന്നില്ല. അവളൊരു റിബലായിരുന്നു, ആർക്കും കീഴടങ്ങാത്തവൾ. ഗീതുവും സോനയും മനോജും വിഷ്ണുവും അടങ്ങുന്ന അവളുടെ ചങ്കു കൂട്ടുകാർക്കൊപ്പം അവൾ കോളേജ് ആഘോഷിച്ചു. കാന്റീനിലെ ഗോപിയേട്ടന്റെ പരിപ്പുവടയും ചായയും കുടിച്ച് ക്ലാസുകൾ കട്ട് ചെയ്ത് അവൾ തന്റെ ലോകത്ത് ജീവിച്ചു. ഗോപിയേട്ടന് അവൾ സ്വന്തം മകളെ പോലെയായിരുന്നു. എന്നാൽ ഈ ചിരികൾക്കും തമാശകൾക്കും പിന്നിൽ ആരും കാണാത്ത പൊള്ളുന്നൊരു ഭൂതകാലം അവൾക്കുണ്ടായിരുന്നു. അത് സുഭാഷ് സാറിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയായ ശ്രീഹരിക്ക് ദിവ്യയോട് തോന്നിയ താൽപ്പര്യം വെറുമൊരു പ്രണയമായിരുന്നില്ല. അതൊരു വാശിയായിരുന്നു. അവളെ കീഴടക്കണമെന്ന വാശി. തന്റെ പ്രണയാഭ്യർത്ഥന അവൾ നിരസിച്ചപ്പോൾ അവൻ അവളുടെ പിന്നാലെ കൂടി. കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് അവളുടെ കൈകളിൽ ബലമായി പിടിച്ചുകൊണ്ട് അവൻ വെല്ലുവിളിച്ചു. നൂറുകണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് അവളെ ചുംബിച്ച് അപമാനിക്കാൻ അവൻ തുനിഞ്ഞു. ദിവ്യയുടെ സുഹൃത്തുക്കൾ തടയാൻ നോക്കിയെങ്കിലും ശ്രീഹരി പിന്മാറിയില്ല. അവൻ അവളെ ചുംബിക്കാൻ ഒരുങ്ങിയ ആ നിമിഷം ക്യാമ്പസിനെ നടുക്കിക്കൊണ്ട് ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് സുഭാഷ് സാറായിരുന്നു. ക്ലാസ് മുറിയിലെ ആ കട്ട കലിപ്പൻ സാർ അന്നൊരു സിംഹത്തെപ്പോലെ ശ്രീഹരിക്കുമേൽ ചാടി വീണു. അവിടെ നടന്നത് ഒരധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല. മറിച്ച് തന്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു പുരുഷന്റെ രോഷമായിരുന്നു അത്. ശ്രീഹരിയെ നിലത്തിട്ട് തല്ലുമ്പോഴും അയാളുടെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരുന്നു. സുധീർ സാറും മനുസാറും അടക്കമുള്ള മറ്റ് അധ്യാപകർ വന്ന് അയാളെ പിടിച്ചുമാറ്റാൻ നോക്കി. സ്റ്റുഡൻസ് തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തിനാണൊരു അധ്യാപകൻ ഇടപെടുന്നത് എന്നവർ ചോദിച്ചു. നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും അവർ അയാളെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ആ ക്യാമ്പസിനെ ഒന്നടങ്കം നിശബ്ദമാക്കിക്കൊണ്ട് അയാൾ ആ സത്യം വിളിച്ചു പറഞ്ഞു. "എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാൻ നീ ആരാടാ?" ആ വാക്കുകൾ ഒരിടിമിന്നൽ പോലെയാണവിടെ വീണത്. എല്ലാവരും സ്തബ്ധരായി നിന്നു. ദിവ്യയും സുഭാഷ് സാറും തമ്മിൽ ഇത്രയും കാലം നടന്നിരുന്ന ആ കളിച്ചിരികളും വഴക്കുകളും വെറുമൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമായിരുന്നില്ല എന്നവരറിഞ്ഞു. ദിവ്യയുടെ ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ച താലി അയാൾ പുറത്തേക്ക് വലിച്ചിട്ടു. അവളുടെ നെറുകയിലെ സിന്ദൂരം എല്ലാവരെയും കാണിച്ചുകൊടുത്തു. അതൊരു വലിയ വെളിപ്പെടുത്തലായിരുന്നു. എന്നാൽ ആ വിവാഹത്തിനു പിന്നിൽ പ്രണയമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ദുരന്തമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വന്തം വീട്ടിൽ ചെറിയമ്മയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ കരഞ്ഞ ആ പെൺകുട്ടിയെ ലോകം കണ്ടത് സുഭാഷ് സാറിലൂടെയാണ്. ചട്ടുകം പഴുപ്പിച്ച് മുതുകിൽ പൊള്ളിച്ച ആ ക്രൂരതയ്ക്ക് സാക്ഷിയായ അയൽക്കാരനായിരുന്നു അദ്ദേഹം. അന്നവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, നാട്ടുകാർ അപവാദം പറഞ്ഞപ്പോൾ, അവളെ സംരക്ഷിക്കാൻ അദ്ദേഹം അവളുടെ കഴുത്തിൽ ആ താലി കെട്ടി. പക്ഷേ ആ ബന്ധം 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായിരുന്നു. കോളേജിൽ വരുമ്പോൾ അവർ അപരിചിതരായി അഭിനയിച്ചു. അദ്ദേഹം അവളോട് കർക്കശമായി പെരുമാറി. അവൾ അദ്ദേഹത്തെ വെറുക്കുന്നതായി നടിച്ചു. എന്നാൽ ആ മനസ്സിന്റെ ഉള്ളിൽ അവൾ അദ്ദേഹത്തെ ഒരു ദൈവത്തെപ്പോലെ ആരാധിച്ചിരുന്നു. ആ സംഭവത്തിനു ശേഷം എല്ലാം മാറിമറിഞ്ഞു. ദിവ്യയെ സംരക്ഷിക്കാൻ സുഭാഷ് സാർ എടുത്തുചാടുന്നത് കണ്ടപ്പോൾ ശ്രീഹരിക്ക് മനസ്സിലായി, താൻ തൊട്ടത് ഒരു തീപ്പൊരിയിലാണെന്ന്. ഇനി തന്റെ പെണ്ണിനെ ആരും നോക്കില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അദ്ദേഹം അവളെ തന്റെ ബുള്ളറ്റിനു പിന്നിലിരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ആ റിബൽ പെൺകുട്ടി സുഭാഷ് നമ്പ്യാരുടെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞത്.
ഇത്രയും കാലം ദൂരത്തുനിന്ന് സ്നേഹിച്ച ആ കലിപ്പൻ സാർ തന്റെ ഏട്ടനായി, തന്റെ ജീവന്റെ പാതിയായി മാറുന്നത് അവൾ കണ്ടു. 2 മുറികളിലായി കഴിഞ്ഞിരുന്ന അവർക്കിടയിലെ ദൂരം അന്നില്ലാതായി. ദിവ്യയെ ഇനി ആരും വേദനിപ്പിക്കില്ലെന്നും അവളുടെ തണലായി എന്നും താനുണ്ടാകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആ രാത്രി അവർക്കിടയിലെ മഞ്ഞുരുകി. ഒരു ശ്വാസത്തിന്റെ അകലം പോലുമില്ലാത്ത ബന്ധമായി അത് മാറി. രാവിലെ എഴുന്നേറ്റപ്പോൾ അടുക്കളയിൽ അവൾക്കു പിന്നാലെ വന്ന് കെട്ടിപ്പിടിച്ച ആ സുഭാഷ് സാർ കോളേജിലെ കലിപ്പനായിരുന്നില്ല. മറിച്ച് തന്റെ പ്രിയതമനെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. ഇന്ന് അവർ ആ സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഒരു പ്രൊഫസറും അയാളുടെ റിബൽ ഭാര്യയും. ലോകത്തിനു മുന്നിൽ അവർ ഇന്നും അധ്യാപകനും വിദ്യാർത്ഥിയുമാകാം. പക്ഷേ ആ 4 ചുവരുകൾക്കുള്ളിൽ അവർ പ്രണയത്തിന്റെ പുതിയ ലോകം തീർക്കുകയാണ്. ദിവ്യയുടെ ആ വികൃതിത്തരങ്ങളും സുഭാഷ് സാറിന്റെ ആ കലിപ്പൻ ഭാവങ്ങളും ഇന്നും തുടരുന്നുണ്ടാകാം. പക്ഷേ അതിലൊക്കെ ഇപ്പോൾ സ്നേഹത്തിന്റെ ഒരു വലിയ നനവുണ്ട്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നു മാത്രമാണ്. പുറമേ കാണുന്ന കടുപ്പമേറിയ ഭാവങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആ സ്നേഹം തിരിച്ചറിയാൻ ചിലപ്പോൾ ഒരു വലിയ പോരാക്കം തന്നെ വേണ്ടിവരും. ദിവ്യയ്ക്കും സുഭാഷ് സാറിനും അത് സാധിച്ചു. തങ്ങളെ തകർക്കാൻ വന്നവർക്ക് മുന്നിൽ അവർ ഒന്നിച്ചു നിന്നു. ആ സ്നേഹത്തിനു മുന്നിൽ ക്യാമ്പസും ലോകവും ഒരുപോലെ തലകുനിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ ഉദ്വേഗജനകമായ കഥകൾക്കായി ഞങ്ങളുടെ ചാനലായ നോവൽ പെട്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.